ഇന്ന് കുറച്ച് ചിക്കൻ അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് കുറച്ച് പാക്കിംഗ് ഉണ്ടായിരുന്നു ചിക്കൻ. അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചിക്കൻ അച്ചാർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചിക്കൻ അച്ചാർ ഉണ്ടാക്കുന്നത്. കുറച്ച് ഒരു 1/2 കിലോയേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 1/2 കിലോയിലും കുറച്ചും കൂടെ കൂടുതൽ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2-3 സ്പൂണ് ഉലുവ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്ന് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കടുകും അതേപോലെ കടുക് ഒന്ന് പൊട്ടുന്ന പാടെ തന്നെ നമുക്കിത് എടുത്ത് മാറ്റി വെച്ച് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് വെക്കാം. ഒരു രണ്ട് കുടം വെളുത്തുള്ളി എടുത്ത് അതും പൊളിച്ച് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പച്ചമുളക്, ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ഒരു 3-4 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ഉപ്പും കുരുമുളക് പൊടിയാണ് ഇതിനാവശ്യമുള്ളത്. ഞാൻ ഉപ്പും കുരുമുളക് പൊടിയും മുളക് പൊടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് കുഴച്ച് വെച്ചു. 1 സ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി കുഴയ്ക്കുന്നതിന്. കുഴച്ച് വെച്ചതിന് ശേഷം കുറച്ച് നേരം അതവിടെ വെച്ച് അതിന് ശേഷം നല്ലെണ്ണയാണ് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ എപ്പോഴും വേണ്ടത്. നല്ലെണ്ണ ഒഴിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അച്ചാർ വേഗം കേടായി ഒന്നും പോവില്ല. കുറച്ച് കൂടുതൽ നല്ലെണ്ണ എടുക്കണം. നല്ലെണ്ണ എടുത്ത് അതിനകത്ത് കടുക് പൊട്ടിച്ച് എന്നിട്ട് നമ്മൾ കടുക് പൊട്ടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അച്ചാറിട്ടിട്ടുണ്ടെങ്കിൽ കേടാവുകയൊന്നുമില്ല. ഈ നല്ലെണ്ണ തന്നെയാണ് നമ്മൾ ഈ ചിക്കനും വറുത്ത് കോരുന്നത്. ചിക്കൻ നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ കല്ല് പോലെ ആവണം. നല്ലപോലെ ഫ്രൈ ആയി കിട്ടുന്നത്. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ നല്ലപോലെ എല്ലാം വറുത്ത് കോരി എടുക്കുന്നുണ്ട്. അത് നമ്മൾ ഇങ്ങനെ പാത്രത്തിലിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും കിലുന്ന് സൗണ്ട് വരും. അത്ര ഡ്രൈ ആക്കി എടുക്കണം ഇത്. എന്നാലും അച്ചാർ കേടുകൂടാതെ ഇരിക്കുകയുള്ളൂ. കുറേ നാൾ കേടുകൂടാതിരിക്കണമെങ്കിൽ ഈ പ്രത്യേകിച്ച് മീറ്റുകളൊക്കെ നമ്മൾ അച്ചാറിടുമ്പോൾ കുറേ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കും. നല്ലപോലെ മൊരിച്ചെടുക്കേണ്ട വരും. എണ്ണ എടുത്ത് നമ്മൾ ഈ വറുത്ത് കോരിയ എണ്ണയിലോട്ട് തന്നെ നമുക്ക് കുറച്ച് കടുകിടാം. കടുകിൻ്റെ കൂടെ നമ്മൾ ഈ മുറിച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഇട്ട് നല്ലപോലെ അത് മൂപ്പിച്ചെടുക്കുക. എന്ന് വെച്ചാൽ ഗോൾഡൻ കളർ ആവണം അത്. പച്ചമുളകാണെങ്കിലും ഈ വെളുത്തുള്ളി ആണെങ്കിലും വാടിയാൽ പോരാ. നല്ലപോലെ ഗോൾഡൻ കളറായാലേ ഇതെല്ലാം കേടാവാതിരിക്കും. നമുക്കൊരു 6 മാസമെങ്കിലും 6 മാസത്തിൽ കൂടുതലിരിക്കും ഇതൊക്കെ. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസം വരെയെങ്കിലും എന്നല്ല, 6 മാസത്തിൽ കൂടുതലിരിക്കും ഇതൊക്കെ. എല്ലാം വറുത്ത് കോരുന്നത് നല്ലപോലെ ഫ്രൈ ആയിരിക്കണം. ഇത് ഏകദേശം മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഈ വെളുത്തുള്ളി ഇതുമെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന മുളക് പൊടി, നമ്മളൊരു 3-4 സ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. സ്റ്റവ് ഓഫാക്കിയിട്ട് വേണം നമ്മൾ ഈ എണ്ണയിലോട്ട് ഇതിട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ അത് വേഗം തന്നെ എണ്ണ ചൂടായിരിക്കുമല്ലേ, അപ്പോൾ എന്താവും ഇതും കൂടി ഇടുമ്പോഴത്തേക്ക് ഇതങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് സ്റ്റവ് ഓഫാക്കിയിട്ട് ഇടണം എന്ന് പറയുന്നത്. നമ്മൾ ഈ കടുകും ഉലുവയെല്ലാം പൊടിച്ചതുണ്ടല്ലോ അതും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ വിനാഗിരിയാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരി എന്തിനാണെന്ന് വെച്ചാൽ ചിക്കന് പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി നമുക്ക് വാങ്ങി വെച്ച് ഉപയോഗിക്കാം. അപ്പം അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതാണ്. വീഡിയോ കണ്ടതിന് ശേഷം സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇത് പാക്കിംഗ് വീഡിയോ ആയിട്ട് ഇത് ഒരാൾക്ക് കൊടുക്കാനുള്ളതാണ്, അച്ചാറാണ്. അപ്പോൾ ഇത് പാക്കിംഗ് വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ ഞാൻ വരുന്നതാണ്. അപ്പോൾ ബൈ. താങ്ക് യു.